ഷമിൽ രാജ് എഴുതിയ പിന്നാക്കിടി മൊട്ടാസോ. ചില ചിന്തകൾ പുരോഗമനങ്ങളുടേതാവാം, ചിലത് പ്രയോജനമില്ലാത്തതാവാം. പ്രയോജനമില്ലാത്ത ചിന്തകളുമായി വരുന്നവരെ സൂക്ഷിക്കുക. അവർ വിദ്യാഭ്യാസത്തിന് വേണ്ടി വന്നില്ലെങ്കിലും വിശ്വാസങ്ങൾക്ക് വേണ്ടി വരും. അവർ വിശക്കുന്ന മനുഷ്യന് വേണ്ടി കണ്ണീർ പൊഴിച്ചില്ലെങ്കിലും വിശക്കാത്ത വിഗ്രഹങ്ങൾക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കും. നോവലിൽ ഷമിൽ രാജ് എഴുതിയ ഈ സത്യവാചകം തന്നെയാണ് ഈ നോവലിന്റെ കാതൽ. ഉട്ടറോസ എന്ന ഗ്രാമത്തിലെ ദൈവമായ നഗ്നതാ ദേവതയുടെ സ്വർണ്ണ പ്രതിമ മോഷ്ടിക്കാനിറങ്ങുന്ന 2 കള്ളന്മാരിലൂടെയാണ് ഈ കഥ പോകുന്നത്. മോഷണത്തിലൂടെ ആ നാട് എങ്ങനെ കുഴപ്പം പിടിച്ചൊരു സ്ഥലമായി മാറുന്നു എന്ന് നർമ്മം തുളുമ്പുന്ന ഭാഷയിൽ ഷമിൽ രാജ് പറഞ്ഞു വെക്കുന്നു. മൈരഥൻ കേപ്പിൻഡേഷ് എന്ന എഴുത്തുകാരനിലൂടെയാണ് പിന്നാക്കിടി മൊട്ടാസോ വികസിക്കുന്നത്. ബെർമുഡ ത്രികോണത്തിലേക്ക് യാത്ര തിരിക്കുന്ന മൈരഥൻ കേപ്പിൻഡേഷ് ഹിക്രിമു നോദിസിസ് SR എന്ന മരണമില്ലാത്ത മനുഷ്യനെ കാണുന്നു. ഹിക്രിമു പിന്നാക്കിടി മൊട്ടാസോ എന്ന സ്വന്തം ദൈവത്തെക്കുറിച്ച് മൈരഥനോട് പറയുന്നതിലൂടെ കഥ പുതിയ വഴി തേടുന്നു. ആക്ഷേപഹാസ്യത്തിലൂടെ ഉടലെടുത്ത ഒരു കൃതി. സുന്ദരവും ഹാസ്യാത്മകവുമായ ആഖ്യാനവും സാങ്കല്പിക ലോകത്ത് നിന്നുകൊണ്ടുള്ള ജീവിതവും പിന്നാക്കിടി മൊട്ടാസോയെ വ്യത്യസ്തമാക്കുന്നു. ഈ പുസ്തകത്തിന്റെ വില 320 രൂപയാണ്. ഷമിൽ രാജ് എഴുതിയ മാൻകൈൻഡ് പ്രസിദ്ധീകരിച്ച പിന്നാക്കിടി മൊട്ടാസോ.